ഡോക്ടർ അരുൺകുമാർ. സത്യത്തിൽ അയാളെ ഡോക്ടർ അരുൺകുമാർ എന്നല്ല വിളിക്കേണ്ടത്. അതിലും പലതുണ്ടെങ്കിൽ അതാണ് വിളിക്കേണ്ടത്. കാരണം ഇന്നലെ അയാൾ ഇട്ടിരുന്ന ഒരു പോസ്റ്റാണ്, കുമ്മനടി ചരിത്രം ഇനി അനൂപടിക്കാലം. കുമ്മനടി എന്ന് പറയുന്നത് ചരിത്രമാണ്, ഇനി അനൂപടിക്കാലം. സംഭവം ഏകദേശം പ്രേക്ഷകർക്ക് മനസ്സിലായി കാണുമല്ലോ. അല്ല അരുൺകുമാറെ, നിങ്ങൾക്ക് കുമ്മനത്തെ പറയാൻ, കുമ്മനം രാജശേഖരൻ എന്ന് പറയുന്ന സാത്വികനായ ഒരു മനുഷ്യനെ പറയാൻ എന്ത് യോഗ്യതയാണ് നിങ്ങൾക്കുള്ളത്? അദ്ദേഹം നിങ്ങളുടെ ആരുടെയെങ്കിലും നെഞ്ചത്ത് കയറാൻ വരുന്നുണ്ടോ? സൗമ്യമായ ഭാഷയിൽ മാന്യമായി ജനങ്ങളോട് ഇടപഴകുന്ന ഒരു നേതാവാണ് കുമ്മനം. അദ്ദേഹത്തെ ഇത്രയധികം മാനസികമായി ദ്രോഹിച്ച്, ഇത്രയധികം അദ്ദേഹത്തെ മാനസികമായി ഉപദ്രവിച്ചിട്ടും നിങ്ങൾക്ക് മതിയാവുന്നില്ലേ? നിങ്ങളുടെ ഇടതുപക്ഷ രാഷ്ട്രീയം തലയ്ക്ക് പിടിച്ച് നിങ്ങൾക്ക് മാനസികമായി എന്തോ പ്രശ്നമുണ്ടായിരിക്കുന്നു. അതാണ് കാര്യം. ഒന്നിലും പെടാത്ത കുമ്മനം രാജശേഖരനെ പോലും പിടിച്ച് ഈ പോസ്റ്റിലേക്കിടാൻ ആരാണ് നിങ്ങൾക്ക് അവകാശം തന്നത്? അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് യോഗ്യതയാണുള്ളത്? നിങ്ങളുടെ യോഗ്യതയെക്കുറിച്ച് കുറച്ചുകൂടി ഒന്ന് ആലോചിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. ഒരു മാധ്യമ പ്രവർത്തകൻ ചെയ്യുന്ന രീതിയിലുള്ളതൊന്നുമല്ല നിങ്ങൾ ചെയ്യുന്നത്. നിങ്ങൾ ചെയ്യുന്നത് ഇടതുപക്ഷത്തെ സൈബർ ഇടങ്ങളിലിരുന്ന ഇടതുപക്ഷ കമ്മികൾ ചെയ്യുന്ന കാര്യങ്ങളാണ് നിങ്ങൾ ഇരുന്ന് ചെയ്യുന്നത്. ഒരു മാധ്യമ പ്രവർത്തകനാകാനുള്ള ഒരു യോഗ്യതയും നിങ്ങൾക്കില്ല എന്ന് ഈ അടുത്ത കാലം കൊണ്ട് പല ജനങ്ങളും മനസ്സിലാക്കിയ കാര്യമാണ്. അനൂപ് ആന്റണി എന്ന് പറയുന്ന BJPയുടെ നേതാവ്, അദ്ദേഹം കന്യാസ്ത്രീകൾ, ഛത്തീസ്ഗഡിൽ കന്യാസ്ത്രീകളെ BJP മോചിപ്പിച്ച് വെളിയിൽ കൊണ്ടുവന്ന് അതിനുശേഷം BJP അവരോടൊപ്പം നിന്ന് വാർത്താ സമ്മേളനം നടത്തുന്നു, അവർക്കൊപ്പം നിൽക്കുന്നു, അവരെ തിരിച്ചവരുടെ മഠത്തിലേക്ക് കൊണ്ടാക്കാൻ ശ്രമങ്ങൾ നടത്തുന്നു, അല്ലെങ്കിൽ എത്തിക്കുന്നു. ഇതൊക്കെ കണ്ടിട്ട് BJPയോടൊപ്പം വീണ്ടും ന്യൂനപക്ഷങ്ങൾ നിൽക്കുമോ എന്നുള്ള ഭയം അരുൺകുമാറിനെ വല്ലാതെ പിടിച്ച് ഉലയ്ക്കുന്നുണ്ട്. ആ ഉലപ്പാണ് അരുൺകുമാർ തന്റെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ പുറത്തുവിടുന്നത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇതിന്റെ താഴെ കുറച്ച് കമന്റുകൾ വന്നിട്ടുണ്ട്. ഈ കമന്റുകൾ നമ്മൾ ശ്രദ്ധിച്ചാൽ അത് മനസ്സിലാകും. ഇതിൽ 2-3 കമന്റുകൾ ഇങ്ങനെയാണ്: അല്പം കൂടെ നിലവാരമുള്ള ഒരു മാധ്യമ പ്രവർത്തകൻ ആയിരുന്നേൽ ബഹുമാനം തരായിരുന്നു. പക്ഷേ പറഞ്ഞിട്ട് എന്താ കാര്യം? അരുൺകുമാർ നടുകടലിൽ ചെന്നാലും നക്കിയെ കുടിക്കൂ. ഇത് നിങ്ങൾ പ്രേക്ഷകരെ കൊണ്ട് പറയിപ്പിക്കുന്നതാണ്. കാരണം നിങ്ങളുടെ ഈ വൃത്തികെട്ട മാധ്യമ പ്രവർത്തനം, അതായത് നിങ്ങളുടെ നേതാക്കളെ മാത്രം പൊഴുത്തിക്കൊണ്ട് ബാക്കിയുള്ളവരെ ഒക്കെ താറടിച്ച് കാണിക്കുന്ന വൃത്തികെട്ട മാധ്യമ പ്രവർത്തനത്തിന് കൃത്യമായ മറുപടി ജനങ്ങൾ തരുന്നതാണ്. ഇതിൽ കമ്മ്യൂണിസ്റ്റുകാരുണ്ടാകാം, കോൺഗ്രസ്സുകാരുണ്ടാകാം, മറ്റ് പ്രവർത്തകരുണ്ടാകാം. ഇവരൊക്കെ നിങ്ങൾക്ക് തരുന്ന ബഹുമാനക്കുറവാണിത്. നിങ്ങൾ ഒന്നുമല്ല എന്ന് നിങ്ങൾ ആദ്യം തിരിച്ചറിയുക. ആദ്യം മരമുറി ചാനലിലെ ആന്റോ അഗസ്റ്റിന്മാരെ കുറിച്ച് 24 ചാനലിൽ ഇരുന്നുകൊണ്ട് നിങ്ങൾ എന്തൊക്കെയാണ് വിളിച്ചു പറഞ്ഞത്? കാട്ടുകള്ളന്മാർ എന്ന് വിളിച്ചിട്ട് അവർ തന്ന എല്ലിൻ കഷ്ണം നക്കി അവിടെ ചെന്ന് ജോലി ചെയ്തിട്ട് നിങ്ങൾ അവിടെ ഇരുന്നു കൊണ്ട് എന്ത് മാന്യതയാണ് നിങ്ങൾക്കുള്ളത്? അല്ലെങ്കിൽ എന്ത് എത്തിക്സ് ആണ് നിങ്ങൾക്ക് മാധ്യമ പ്രവർത്തനത്തിലുള്ളത്? അതാദ്യം നിങ്ങൾ പറയൂ. അനൂപടി എന്ന് പറയാൻ എന്ത് യോഗ്യതയാണ് നിങ്ങൾക്കുള്ളത്? നിങ്ങൾ ശിരൂരിൽ അർജുന്റെ മരണവുമായി ബന്ധപ്പെട്ട് അവിടെ ചെന്ന് കിടന്ന് കാണിച്ച കൊള്ളരുതായ്മകൾക്കൊക്കെ നിങ്ങൾ എന്താ മൊട്ടയടി എന്ന് വിളിക്കണമോ? അങ്ങനെയാണോ വിളിക്കേണ്ടത്? അവിടെ നിങ്ങൾ കാട്ടിക്കൂട്ടിയതൊക്കെ കാണുമ്പോൾ മൊട്ടയടി എന്നാണോ ഞങ്ങളൊക്കെ നിങ്ങളെ വിളിക്കേണ്ടത്? സത്യത്തിൽ മാധ്യമപ്രവർത്തകൻ, നിങ്ങൾ ഒരു മാധ്യമപ്രവർത്തകനാണ് എന്ന് പറയുന്നത് മറ്റു മാധ്യമപ്രവർത്തകർ കൂടി ഒരു നാണക്കേടായി മാറുന്ന ഒരു അവസ്ഥയാണിത്. കുമ്മനം രാജശേഖരൻ എന്ന് പറയുന്ന BJPയുടെ തലമുതിർന്ന നേതാവ്, ആ നേതാവിനെ വീണ്ടും മാനസികമായി തളർത്താൻ എന്ത് യോഗ്യതയാണ് മിസ്റ്റർ അരുൺകുമാർ നിങ്ങൾക്കുള്ളത്? ആരാണ് നിങ്ങൾക്ക് അതിനുള്ള അവകാശം തന്നത്? ഛത്തീസ്ഗഡിൽ കന്യാസ്ത്രീമാരെ മോചിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട് LDF അങ്ങെല്ലാം ചെയ്യുമെന്ന് കരുതി LDFനെ വാനോളം വാഴ്ത്തി അടുത്ത തെരഞ്ഞെടുപ്പിലും LDFനെ കൊണ്ട് കസേരയിൽ ഇരുത്താമെന്ന് നിങ്ങൾ കരുതിയോ? നടക്കില്ല. അത് ജനവിരുദ്ധ വികാരം നിറഞ്ഞു നിൽക്കുന്നതാണ്. കേരളത്തിലെ ജനങ്ങൾക്ക് കിറ്റ് കൊടുത്ത് പറ്റിച്ചതൊക്കെ അങ്ങ് പഴയ കാലം. ഇപ്പോൾ ജനങ്ങൾക്കറിയാം, കിറ്റ് തന്നാലും ഇവനെയൊക്കെ അല്ലേ 5 വർഷം സഹിക്കേണ്ടത്? കട്ടും മോഷ്ടിച്ചും ജനങ്ങളെ പറ്റിച്ചും ജനങ്ങളിൽ നിന്ന് ഇല്ലാത്ത പണം ഈടാക്കിയും അഴിമതി നടത്തിയും കുടുംബത്തിനും പോക്കറ്റ് നിറയ്ക്കുന്ന ഇവനെയൊക്കെ ഇനി വേണ്ട എന്ന് ജനങ്ങൾ തന്നെ തീരുമാനിച്ചാൽ തീരാവുന്നതേ ഉള്ളൂ. അതിന് ഛത്തീസ്ഗഡ് വരെ ഒന്നും പോണ്ട, കേരളത്തിലെ വിഷയങ്ങൾ മാത്രം എടുത്താൽ മതി. ഇനി മറ്റു കമന്റുകൾ: സംസ്ഥാന സർക്കാരിന്റെ എതിർപ്പിനെ മറികടന്ന കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് കാര്യമായ ഇടപെടൽ ഉണ്ടായി. ഇതാണ് അരുൺകുമാറിനെ ചൊടിപ്പിച്ചത്. സമ്മതിക്കണം ഇക്കൂട്ടരെ. ഈ സംഘികളെക്കാൾ വിഡ്ഢികളാണ് അരുൺകുമാർ എന്നാണ് പറയുന്നത്.
കന്യാസ്ത്രീകളുടെ ഈ വിഷയത്തിൽ പലരും ഇടപെട്ട് ഏറ്റവും ആത്മാർത്ഥമായി ഇടപെടൽ നടത്തിയതായിട്ടാണ് എനിക്ക് തോന്നിയത്. അനൂപിന് പാർട്ടിക്ക് അധികാരമുള്ളത് കൊണ്ട് സ്വാധീനവുമുണ്ട്. അതിൽ അനൂപിന് അഭിമാനവുമുണ്ട്. ചെന്നായിയെ പോലെ മൊട്ട ഈ ഫോട്ടോ കണ്ട് സീറ്റ് മോഹിക്കേണ്ട. നിഷ്പക്ഷ മാധ്യമ പ്രവർത്തകൻ എന്ന വ്യാജേന അരുൺ കാട്ടുന്നത് ശുദ്ധ അസംബന്ധം. ഇങ്ങേരിത് എവിടെ പോയി കിടക്കുവാണ് എന്നാണ് ചോദിക്കുന്നത്. അതായത് അരുൺകുമാർ, താങ്കൾ ഒരു മാധ്യമ പ്രവർത്തകന്റെയും അധ്യാപകന്റെയും നിലവാരത്തിൽ നിന്ന് വളരെ താഴെ വെറും ഒരു പാർട്ടി ലോക്കൽ സെക്രട്ടറി നിലവാരം മാത്രമുള്ള ആളത് തെളിയിച്ചു കൊണ്ടിരിക്കുന്നു. വെറുതെ അല്ല, പിണറായി വിജയൻ പോലും താങ്കൾ വർണ്ണക്കടലാസിൽ പൊതിഞ്ഞുകൊണ്ടുപോയി കൊടുക്കാൻ ശ്രമിച്ച നിവേദനമോ ഉപഹാരമോ സ്വീകരിക്കാതെ, താങ്കളുടെ മുഖത്തു പോലും നോക്കാതെ താങ്കളുടെ സാന്നിധ്യം നിരാകരിച്ച് സ്റ്റേജിൽ നിന്ന് ഇറങ്ങിപ്പോയത് താങ്കളോട് സഹതാപം മാത്രം. മാധ്യമ പ്രവർത്തകർക്ക് അഭിപ്രായമൊക്കെ പറയാം, പക്ഷേ വ്യക്തിപരമായി അധിക്ഷേപിക്കുന്ന രീതിയിലാകരുത്. ആദരണീയനായ കുമ്മനം നിങ്ങൾ എന്തെങ്കിലും പറഞ്ഞു, അനൂപ് നിങ്ങളോട് വല്ലതും പറഞ്ഞു, പക്ഷേ മാധ്യമ പുങ്കവന്മാർ BJP സംഘപരിവാർ പ്രസ്ഥാനങ്ങൾക്കെതിരെയും സംഘടനാ നേതാക്കൾക്കെതിരെയും വ്യക്തിപരമായി അധിക്ഷേപം ഉന്നയിക്കും. അതിന് കാരണവുമുണ്ട്. നിരന്തരം BJP സംഘപരിവാർ പ്രസ്ഥാനങ്ങളോട് ഏറ്റുമുട്ടി തേഞ്ഞൊട്ടാൻ വിധിക്കപ്പെട്ട മാധ്യമ മുതലാളിമാരുടെ ശിങ്കിടിയാണ് കുതിരക്കാരനായ മാധ്യമ പുങ്കവന്മാർ അടക്കം. ഉദാഹരണം, കേരളത്തിൽ നിന്നുള്ള ഇടത് വലത് MLA-മാരും MP-മാരും പോയി ഛത്തീസ്ഗഡിൽ പോയി കാത്തുകെട്ടിയിരിക്കുമ്പോൾ ഇന്ന് രാവിലെ റായ്പൂരിലേക്ക് പോയി സ്വന്തം വാഹനത്തിൽ ജയിലിൽ നിന്ന് അറസ്റ്റിലായവരെ കൂട്ടിക്കൊണ്ടുവരുന്ന രംഗം കണ്ടാൽ ആർക്കാ കുരുപൊട്ടാത്തത്? അരുൺകുമാർ, വ്യക്തിപരമായ അധിക്ഷേപത്തിന് ഇത് നിങ്ങളെ പ്രേരിപ്പിച്ചേക്കാം, പക്ഷെ എന്ത് ചെയ്യാം, നിങ്ങളോട് സഹതാപമുണ്ട്. ഞങ്ങൾക്ക് മറ്റുള്ളവരെ പോലെ കഴിവില്ലാത്തതിന്, കാരണം DNA-യുടെ പ്രശ്നമാണെന്ന് വേടൻ പറഞ്ഞപ്പോൾ ഇങ്ങനെ എളിച്ചോണ്ടിരിക്കാൻ കഴിഞ്ഞു. ഒറ്റ കാരണമേ ഉള്ളൂ, സംഘപരിവാർ വിരോധം. നിങ്ങൾ സംഘപരിവാർ വിരോധം മൂത്ത് തലയിൽ പെരുപ്പ് കയറിയപ്പോൾ ആദരണീയനായ കുമ്മനത്തെയും അനൂപ് ആന്റണിയെയും വ്യക്തിപരമായി അധിക്ഷേപിച്ചതിൽ ഒരു അപാകതയും കാണുന്നില്ല. സത്യം, ഇതൊക്കെ കാണുമ്പോൾ എങ്ങനെയാ പറയാതിരിക്കുക? ഇങ്ങനെയാണ് ഒരാഴ്ച കൊണ്ട് അനൂപ് ആന്റണി എന്നുള്ള നേതാവിനെ കേരളത്തിൽ മുഴുവൻ ജനങ്ങൾക്കും ചാനലുകളും മത്സരിച്ച് മുഖപരിചിതരാക്കി. എന്തായാലും ഈ അരുൺകുമാറിന്റെ ഇത്തരം എന്താ പറയുക, വിലയില്ലാത്ത ജൽപ്പനങ്ങൾ, അതിനെ കാതോർക്കാതിരിക്കുക എന്ന് പലതവണ ആലോചിച്ചിട്ടുണ്ട്. ഇതിനൊന്നും മറുപടി പറയേണ്ട കാര്യമില്ല. കാരണം ആ അന്നമാണ് ഏറ്റവും വലുത്. അന്നത്തിന് വേണ്ടി വായിൽ തോന്നുന്നത് എന്തും വിളിച്ചു പറയുന്ന ഒരാളായി മാറിയിരിക്കുന്നു അരുൺകുമാർ. ഒരു എന്താ പറയുക, ഒരു പൈങ്കിളി മാധ്യമ രംഗത്തേക്ക് അദ്ദേഹം മാറിക്കൊണ്ടിരിക്കുന്ന ഒരവസ്ഥയാണ്. കുതിരപ്പുറത്ത് കയറി ആളുകളുടെ ഇടയിലേക്ക് ചെന്ന്, ഇതൊക്കെ നല്ല കാര്യം തന്നെയാണ്. അദ്ദേഹം കുതിരപ്പുറത്തോ കഴുതപ്പുറത്തോ, അദ്ദേഹത്തിന്റെ ഈ പോക്ക് ഇങ്ങനെയാണെങ്കിൽ കഴുതപ്പുറത്ത് വരെ കയറേണ്ട കാര്യങ്ങൾ അദ്ദേഹം ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് കഴുതപ്പുറത്തോ ആടിൻ പുറത്തോ പുലിപ്പുറത്തോ സിംഹം പുറത്തോ എവിടെ കയറി പോയാലും കുഴപ്പമില്ല. പക്ഷേ പറയുന്ന കാര്യങ്ങൾക്ക് കുറച്ച് മാന്യത ഉണ്ടാകണം, ചെയ്യുന്ന കാര്യങ്ങൾക്ക് കുറച്ച് ലോജിക് ഉണ്ടാകണം എന്നുള്ളതാണ്. ഒരുപാട് എത്തിക്സ് എന്ന് വേണ്ട, കാരണം നിങ്ങൾ ജോലി ചെയ്യുന്ന സ്ഥാപനം എങ്ങനെയുള്ളതാണ് എന്നും ആ സ്ഥാപനത്തെ കുറിച്ച് നിങ്ങൾ തന്നെ എന്താണ് പറഞ്ഞതെന്നും നിങ്ങൾക്ക് തന്നെ ആ സ്ഥാപനത്തെ കുറിച്ചുള്ള അഭിപ്രായം എന്താണെന്നും ഇവിടുത്തെ ജനങ്ങൾക്കറിയാം. എന്തായാലും മൊട്ടയടി വാങ്ങിക്കൊണ്ട് നിങ്ങൾ ഇങ്ങനെ നിരന്തരം അപഹാസ്യനായി പോകരുത് എന്ന് മാത്രമേ പറയാനുള്ളൂ.